കണ്ടതിന് ശേഷം ഇപ്പം ഞാൻ ഒരു പടം ചെയ്തിട്ടിപ്പം ജൂലൈയിൽ ഇറങ്ങാൻ പോവാണ്. ദാറ്റ് ഈസ് ഒരു യാത്രയിൽ എന്ന് പറഞ്ഞ് 4 ഡയറക്ടർ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുള്ള ഇപ്പം ഇമ്മീഡിയറ്റ്ലി അത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ജൂലൈ എൻഡ് ഓഗസ്റ്റിലേക്ക് മോഹൻലാൽ പ്രൊജക്റ്റാണ്. അത് അങ്ങനെ ആ ഡേറ്റ് കൺഫേം ആവാതെ അങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് നെക്സ്റ്റ് പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്ന മോഹൻലാൽ അത് ബേസ്ഡ് ഓൺ ഈ ചെറിയ കുട്ടികൾ മൊബൈൽ വെച്ച് കളിച്ചിട്ട് 12-13 വയസ്സായിട്ടുള്ള കുട്ടികളുടെ കയ്യിലും അച്ഛനമ്മമാർ മൊബൈലും കൊടുത്ത് സ്കൂളിലേക്ക് വിട്ടിട്ട് അതിൽ നിന്ന് അവരറിയാതെ പറ്റുന്ന അബദ്ധങ്ങൾ, ഒരു മിസ് കോളിനെ അറ്റൻഡ് ചെയ്തിട്ട് ആ മിസ് കോളിൽ നിന്നും ലീഡ് ചെയ്തത് കോഫി ഷോപ്പിലും അവസാനം ഒരു വണ്ടിക്കകത്ത് കയറി ചിലപ്പോഴും പലപ്പോഴും കിഡ്നാപ്പായിട്ട് പോകുന്നവരേക്കുള്ള ഭീകരമായിട്ടുള്ള അവസ്ഥകളിലോട്ട് ഒരു ഉറ്റുനോട്ടം. അതാണ് എൻ്റെ സബ്ജക്റ്റ്. അത് ഒരു ഫാമിലി മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ സമൂഹത്തിൽ അച്ഛനമ്മമാർ, അച്ഛനമ്മ കുട്ടി നിങ്ങളുടെ കുടുംബമായിരിക്കും, മുത്തശ്ശൻ മുത്തശ്ശിയൊക്കെ പോയിരിക്കുന്നു. അപ്പോൾ ഈ മുത്തശ്ശനും മുത്തശ്ശിയുടെ ഒരു കെയർ കുട്ടികൾക്ക് പണ്ട് കിട്ടിയിരുന്ന, ഗ്രാൻഡ് ചിൽഡ്രന് കിട്ടിയിരുന്നത് ഇന്ന് കിട്ടുന്നില്ല. അതുകൊണ്ടെന്നാണ് അവർ ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. 8 വയസ്സ് 9 വയസ്സാകുമ്പോഴത്തേക്കും മൊബൈലെടുത്ത് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും വിളിക്കണമെന്ന്. ഈ വിളി ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ ഈ കുട്ടികൾ മൊബൈൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ള ആരും നോക്കുന്നില്ല. ഇന്നത്തെ കുട്ടികളുടെ ഫുഡ് ഹാബിറ്റ്സ് എന്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ 9-10 ക്ലാസ്സും 10 ക്ലാസ്സും ആയിക്കഴിഞ്ഞാൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായിരിക്കുന്നു. പക്ഷേ അവരുടെ വയസ്സ് 11-12 ആയിട്ടുള്ളൂ. അവരുടെ ബ്രെയിൻ കുട്ടിയുടെയാണ്. ശാരീരികമായിട്ട് അവർക്ക് വളർച്ച വന്നൊരു സ്ത്രീ രൂപമായി, പക്ഷെ അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ചൈൽഡിഷാണ്. അപ്പോൾ അവരെ ഒരാൾ പിഞ്ച് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ബസ്സിൽ ചെയ്തു കഴിഞ്ഞാൽ അവരതൊരു എന്തോ അയാൾ എന്തിനാ അതിങ്ങനെ ചെയ്തതെന്നുള്ള പോലും ചോദിക്കാനുള്ള കഴിവില്ലാത്തൊരു നിഷ്കളങ്കതയുണ്ടല്ലോ. അതിൽ നിന്ന് മുതലെടുക്കുന്നു, അതിനെ ആരും നോട്ടീസ് ചെയ്യാതെ പോകുന്നു. ഇതൊക്കെയായിരിക്കും എൻ്റെ സബ്ജക്റ്റിൻ്റെ ബേസിക്കൽ. ഈസ് എ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഹു ഈസ് സെർച്ചിങ് ഫോർ എ ഗേൾ ഹു ഈസ് മിസ്സിംഗ് ഫ്രം ബോംബെ ആൻഡ് കമ്മിങ് ടു കേരള ആൻഡ് ലീഡിങ് ടു ദ പ്ലാനറ്റ്. ഇതൊരു പോലീസ് സെറ്റപ്പ്. പക്ഷേ അതിനകത്ത് ഈ ഫാമിലിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. നമ്മൾ മിസ് ചെയ്യുന്ന പല കാര്യങ്ങളും സമൂഹത്തിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഓൾഡ് ഏജ് ഹോമിൽ ആൾക്കാർ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടമാണത്. എന്നപ്പോൾ എൻ്റെ അച്ഛൻ 90 വയസ്സായിട്ടുണ്ട്. ആ വീട്ടിലവിടെ ഇരിക്കുന്ന അതൊരു സുഖമാണ്. മൂപ്പരെ കൊണ്ട് ഒരു ശല്യമില്ല എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ വയസ്സുകാലത്ത് ചെവി കേട്ടില്ല, അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞു കൊടുക്കേണ്ടി വരും, ഉറക്കെ പറയേണ്ടി വരും. ഇതൊക്കെ ഒരു ഇറിറ്റേഷനായിട്ട് നമ്മളെ പ്രസവിച്ച അച്ഛനമ്മമാരെ അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബിക്കോസ് അത് നമുക്ക് വളരെയധികം മിസ് ചെയ്യുന്നൊരു സംഭവമാണ്. അവരിൽ നിന്ന് പിള്ളേർക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ എന്നുള്ളതും കൂടെയാണ് ഞാൻ ഈ സിനിമ. ബോംബെ ആൻഡ് കൊച്ചിൻ ആൻഡ് മൂന്നാർ, ആ ഒരു കേരള തമിഴ്നാട് ബോർഡറും നാഗർകോവിൽ സൈഡൊക്കെ ആയിട്ട് ഒരു ട്രാവലിംഗ്. ഓഫ്കോഴ്സ് എൻ്റെ പടത്തിൽ അഗെയിൻ ഹീറോയിൻസ് ഇങ്ങനെ ഒരു 2-3 സീൻസും ഇതായിട്ട് പോകും. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ കൂടുതൽ കാണുമെന്ന് മാത്രമേ ഉള്ളൂ. പേര് ഇപ്പോഴത്തേക്ക് വരയ്ക്ക് ദി ചേസ് എന്നാണ് ഇട്ടിരിക്കുന്നത്. ദി ചേസ്.